പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ശിവരഞ്ജിനിയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് പാർവതിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ പാർവതി എന്തു ചെയ്യും എന്നറിയാതെ ആകെ പകച്ച് നിന്നുപോകുന്നു. സത്യങ്ങൾ പുറത്താകുമോ എന്നുള്ള ഭയം ഉണ്ടായിരിക്കുകയാണ് പാർവതിക്ക്. മാത്രവുമല്ല, കാര്യങ്ങൾ കൈവിട്ട് പോയാൽ എന്താകും അവസ്ഥ? സത്യങ്ങൾ ശിവരഞ്ജിനി അറിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ. എന്നാൽ പിന്തിരിഞ്ഞ് നോക്കുന്നതിന് തയ്യാറാകുന്നുമില്ല. ഇതേ സമയമാണ് തിരിച്ച് വീട്ടിലേക്ക് മീനു എത്തുന്നത്. ഇതോടെ ശിവരഞ്ജിനി മീനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയായി. ശിവരഞ്ജിനി മാഡം എപ്പോഴാണ് വന്നത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. വിദേശയാത്ര സുഖകരമായിരുന്നു എന്ന് മീനു ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ അതെല്ലാം വളരെ നന്നായി തന്നെ മുന്നിലേക്ക് പോയി മീനു. ഞാൻ മീനുവിൻ്റെ കാര്യങ്ങൾ അറിയാനാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഓടിക്കിതച്ചു വന്നത്. മീനുവിന് വേണ്ടി കുറച്ച് സമ്മാനങ്ങളെല്ലാം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുമുണ്ട്. പക്ഷേ ഇത് കേൾക്കുന്ന മീനു, എനിക്ക് സമ്മാനമൊന്നും വേണ്ട മേഡം. മേഡം ഇവിടേക്ക് വന്നല്ലോ, അത് തന്നെ വലിയൊരു സമ്മാനമാണ്. കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേട്ടതിനെ തുടർന്ന് മീനു കട പൂട്ടിയ വിവരം ഞാൻ അറിഞ്ഞു. ഞാൻ മീനുവിനെ സഹായിക്കാൻ തയ്യാറാണ്. മീനു പറഞ്ഞോളൂ, എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? ഇത് കേൾക്കുന്ന മീനു, മേഡത്തിൻ്റെ സഹായം ആവശ്യമില്ല മേഡം. ഈ കാര്യം ഞാൻ തന്നെ കൈകാര്യം ചെയ്തു കൊള്ളാം. കാരണം തെറ്റ് എൻ്റെ ഭാഗത്തല്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് ശിവരഞ്ജിനി ആകെ ഞെട്ടിപ്പോകുന്നു. എന്തായാലും എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ എന്നോട് പറയാൻ മടിക്കരുത്. മീനു വീട്ടിലേക്കും വരണം. ഞാൻ മീനുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മീനുവിന് കൊണ്ടുവന്ന സമ്മാനങ്ങളെല്ലാം തരണ്ടേ എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായുള്ള ഫോൺ കോൾ തേടി വന്നതിനെ തുടർന്ന് തിരികെ പോകേണ്ട ആവശ്യം വന്നിരിക്കുകയാണ് ശിവരഞ്ജിനിക്ക്. ഇതോടെ പാർവതിക്ക് ആശ്വാസമാവുകയും ചെയ്യുന്നു. ഭാഗ്യം കൊണ്ടാണ് ഇപ്രാവശ്യം രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന പാർവതി ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ച് പോയിരിക്കുകയാണ്. ഇതേ സമയമാണ് പുതിയൊരു വഴിത്തിരിവ് സൂരജിന്റെ ജീവിതത്തിലേക്കും കടന്നു വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.